അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. അവിടെ പത്രോസ്ലീഹ സകല വിശ്വാസികളെയും പുരോഹിതന്മാരാണെന്നാണ് പറയുന്നത്. അതുപോലെ റോമാലേഖനം എന്നെടുത്ത് റോമാലേഖനം 15:15 വായിച്ചേ. എങ്കിലും ജാതികൾ എന്ന വഴിപാട് മനുഷ്യർ ദൈവത്തിൻ്റെ വഴിപാടാകുകയാണ്. വഴിപാടെന്ന് പറഞ്ഞാൽ യാഗവസ്തു. ദൈവത്തെ അറിയാത്ത ജാതികൾ എന്ന് പറഞ്ഞാൽ ജനതകൾ. അങ്ങനെ ദൈവത്തെ അറിയാത്ത ഈ ജനങ്ങൾ ദൈവമില്ലാത്തത് കൊണ്ട് എഫേസ്യ ലേഖനം പറയുമ്പോൾ സകല അശുദ്ധിയും പ്രവർത്തിക്കാൻ അവർ ഒരുങ്ങിയെന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു. എഫേസ്യർ 2:11 മുതൽ. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ള. അതാണ് യഹൂദന്മാർ. ജഡത്തിൽ മനുഷ്യ കൈകളാലുള്ള പരിച്ഛേദന, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയേറ്റവരാ നമ്മൾ. സഭ ആരാണ്? ലോകത്തിൽ 3 കൂട്ടമാണ് പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ. ഒന്ന്, ശരീരത്തിൽ യഹൂദന്മാർ അവരുടെ ആൺകുട്ടികളെ 8 വയസ്സുള്ളപ്പോൾ അവരുടെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം മാറ്റിക്കളയും. അതവർ വേർപെട്ട ദൈവത്തിൻ്റെ ഒരു ജനമാണെന്നുള്ളതിൻ്റെ ഒരു അടയാളം കൊടുക്കുന്നതാണ്. അതാണ് അഗ്രചർമ്മം നീക്കുക, പരിച്ഛേദന, സർക്കംസിഷൻ എന്ന് പറയും. യഹൂദന്മാർക്കതുണ്ട്. അപ്പോൾ അങ്ങനെ യഹൂദന്മാർ സത്യദൈവത്തെ അറിഞ്ഞവർ ദൈവത്തോടുള്ള ഉടമ്പടിയിൽ അബ്രഹാമിന് ദൈവം കൊടുത്താണ് പരിച്ഛേദന. അവരെല്ലാം പരിച്ഛേദന ചെയ്യും. പക്ഷേ പൗലോസ്ലീഹ പറയുന്നുണ്ട് റോമാലേഖനത്തിൽ ഇത് മറിക്കാതെ ഒരു വേദഭാഗം എടുക്കാം. 2:28 മുതൽ ഞാൻ വായിക്കാം. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ബൈബിളിൽ കണ്ടോ? നമുക്ക് വേണേൽ പുറമേ വിശ്വാസിയാകാം. ബൈബിളൊക്കെ പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞ് എന്ത് ചെയ്യാം? പുറമേ വിശ്വാസിയാകാം. അപ്പോൾ ദൈവത്തിന് പുറമേ ഉള്ള പരിപാടിയോട് താല്പര്യമില്ല. പുറമേ ഉള്ളത് ദൈവം കൊടുത്തത് തന്നെ. ദൈവം തന്നെയാണ് പരിച്ഛേദനയൊക്കെ കൊടുത്തത്. അത് അകമേ ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രവൃത്തിയുടെ സൂചനയായിട്ട്. പ്രൈസ് ലോർഡ്. പഴയ നിയമത്തിൽ പുറമേ ഉള്ള ഒത്തിരി കൽപ്പനകളുണ്ട്. ചില പ്രത്യേകതരം കഴുകലുകൾ അവർക്കുണ്ട്, വാഷിങ്സ്. അതാണ് യേശുവിൻ്റെ അടുക്കൽ ചിലർ വന്ന് ചോദിച്ചു, നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്ന പോലെ ടാപ്പിനടിയെ കൊണ്ട് ഇങ്ങനെ വെക്കുന്ന കാര്യമല്ല. സെറിമോണിയൽ വാഷിംഗ് എന്ന് അതിനെ പറയുന്നത്, ആചാരപരമായ കഴുകൽ. അപ്പോൾ ആ കഴുകൽ നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് എന്നാന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓടിപ്പോയി ടാപ്പിൻ്റെ അടി ഇങ്ങനെ കാണിച്ചു വെച്ച് പോകുന്ന പോലല്ല, കഴുകി വെടിപ്പാക്കിയിട്ടേ അവരെന്ത് ചെയ്യത്തുള്ളൂ? ഭക്ഷണം കഴിക്കത്തുള്ളൂ. അത് ദൈവം തന്നെ കൊടുത്ത, അത് ഹൈജീനിക്കലി നല്ലതാണത്. അതിന് കുറച്ച് ശാസ്ത്രീയ വശമുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരാളുടെ ഹൃദയത്തിനൊരു മാറ്റവും വരത്തില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വായ്ക്കകത്തേക്ക് പോകുന്നതല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത്, പിന്നെ ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് മതപരമായ ബാഹ്യമായ ശരീരത്തെ കഴുകലുകൾ, അതൊരു സൂചന മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായി മനുഷ്യൻ്റെ അകത്ത് പറ്റിക്കൂടിയിരിക്കുന്ന തിന്മകളാകുന്ന കയ്പ്, പക, വിദ്വേഷം, അഹങ്കാരം, നഗളം, അവയാണ് എന്ത് ചെയ്യേണ്ടത്? കഴുകിക്കളയേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രമാണ് ദൈവം ഏത് കൊടുത്തത്? ശരീരത്തിലെ കഴുകലുകൾ കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശവത്തെ തൊടുന്നവൻ അശുദ്ധനാണ്. ആ ശവത്തെ തൊടുന്ന അശുദ്ധൻ എന്ന് പറഞ്ഞാൽ അത് ആത്മീയ മരണത്തെ കുറിക്കുന്ന, ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയാണല്ലോ ആത്മീയമായി മരിക്കുക, അവനാണ് അശുദ്ധൻ. അപ്പോൾ അങ്ങനെ ഹൃദയ പരിവർത്തനത്തിലാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ യഹൂദന് ദൈവം ബാഹ്യമായ നിയമങ്ങൾ കൊടുത്തു, ശാരീരികമായ നിയമങ്ങൾ കൊടുത്തു. പക്ഷേ ശാരീരിക രൂപാന്തരം കൊണ്ട് മനുഷ്യൻ്റെ അകം എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. അത് പുത്രനായ യേശുവിനെ ഈ ഭൂമിയിൽ അയച്ച് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ഒരുത്തൻ്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തൂ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സ്വഭാവ പരിഷ്കരണം എന്ന് പറയും. ക്യാരക്ടർ നമുക്ക് കുറേയൊക്കെ നന്നാക്കാം. ക്യാരക്ടർ നന്നാക്കുന്നതും ആത്മാവിൽ നയിക്കപ്പെടുന്നതും രണ്ടും രണ്ടാണ്.
പ്രൈസലോ. പഠിച്ച് പ്രിൻസിപ്പിളുകൾ ഉപയോഗിച്ച് നമുക്ക് വേണേൽ അഴുക്ക് വാക്ക് പറയാതൊക്കെ ഇരിക്കാം. അത് നമ്മളുടെ മനസ്സുകൊണ്ടുള്ള ശ്രമമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ അയാളുടെ ഹൃദയത്തിന് ദൈവിക രൂപാന്തരം ഉണ്ടാവും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പുറമേ നമ്മളെ നന്നാക്കുന്നൊരു പരിപാടിയാണ് ന്യായപ്രമാണം. എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നാണ് രൂപാന്തരം തരുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാനായി എന്ന് പറഞ്ഞ ഒരു ശബ്ദവും ബഹളവും മാത്രമല്ല, അത് ശക്തീകരണമാണ്. പരിശുദ്ധാത്മാവ് രണ്ട് കാര്യം നമ്മൾ ചെയ്യുന്നു: ശക്തീകരണം നടത്തും, രണ്ട് ക്രിസ്തുവിനെ പോലെ തന്നെ ആക്കി മാറ്റും. ഈ രണ്ട് പരിശുദ്ധാത്മ പ്രവർത്തനത്തിനും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ അകത്തിരുന്ന് വേറൊരാളെ ചീത്ത വിളിക്കില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ആത്മാവാണ്. അപ്പം യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവ് മനുഷ്യരാശിയിൽ വരണമെങ്കിൽ പാപപരിഹാരം നടക്കണം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയരത്തിലേക്ക് പോയി തൻ്റെ രക്തം തിരുസന്നിധിയിൽ കാഴ്ചവെച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത്, നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. പരിശുദ്ധാത്മാവിൻ്റെ രണ്ട് പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വരുമ്പോൾ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റും, സുവിശേഷം പറയാൻ പറ്റും, സാക്ഷിയാകാനുള്ള ധൈര്യം കിട്ടും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. ഇപ്പം യഹൂദനെ കുറിച്ച് പറയുകയാണ്. എന്താ അവിടെ വായിക്കുന്ന? റോമർ 2:28-29. പുറമേ യഹൂദനായവൻ യഹൂദൻ അല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അതാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. അകമേ യഹൂദനായവരാണ് സഭ. ഹല്ലേലൂയ. അക്ഷരത്തിലല്ല. അക്ഷരത്തിലെന്ന് പറഞ്ഞാൽ ആക്ഷരികമായല്ല എന്ന് പറഞ്ഞാൽ ആക്ഷരിക അർത്ഥത്തിലുള്ള പരിച്ഛേദനയല്ല, ലിറ്ററൽ മീനിങ് എന്ന് പറയും. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ആ പരിച്ഛേദന എന്ന മനുഷ്യൻ്റെ പുറമേയുള്ള തൊലി കട്ട് ചെയ്യുന്ന ആക്ഷരികാർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്, ആത്മീയ അർത്ഥത്തിലാണ്. അക്ഷരത്തിലല്ല, അല്ലെ ആക്ഷരികമായ അർത്ഥത്തിലല്ല പരിച്ഛേദന കൊടുത്തത്. പിന്നെ എവിടാണ്? സ്പിരിച്വൽ മീനിങ്, ആത്മീക അർത്ഥത്തിൽ. അതെന്താണ്? എൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന പരിവർത്തനമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അക്ഷരത്തിലല്ല, പിന്നെ ആത്മാവിൽ, സ്പിരിച്വലായിട്ടുള്ള ഹൃദയ പരിച്ഛേദന. അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ആക്ഷരിക പരിച്ഛേദന ഏറ്റവർക്ക് ഒരു പുകഴാൻ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് ശ്ലീഹ തനിക്ക് പുകഴാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. 8-ാം നാളിൽ എനിക്ക് പ്രശംസിക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവും. നമ്മുടെ നാട്ടിൽ നല്ലൊരു ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് പ്രശംസിക്കാൻ പലതുണ്ട്. നമ്മുടെ നാട്ടിൽ ചില കുടുംബങ്ങൾ വളരെ പേര് കേട്ടതാണ്, ചില കുലങ്ങൾ പേര് കേട്ടതാണ്. ചാതുർവർണ്ണയമനുസരിച്ച് ബ്രാഹ്മണർക്കൊക്കെ എന്തുണ്ട്? ഞാനൊരു ബ്രാഹ്മണനാന്ന് പറഞ്ഞാൽ അതിനൊരു വില ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ ഇന്ന കുടുംബക്കാരനാണെന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. അല്ലെ ഞാൻ ഇന്നയാളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആയതുപോലെ പൗലൂസ് ശ്ലീഹായ്ക്ക് പ്രശംസിപ്പാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:4 മുതൽ വായിക്കാം. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. പൗലൂസ് ശ്ലീഹ പറയാണ്, യഹൂദൻ എന്ന നിലയിൽ എനിക്ക് ജഡപ്രകാരവും ആശ്രയിപ്പാൻ വകയുണ്ട്. ആശ്രയിക്കാനും പ്രശംസിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വായിക്കാം. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. അവിടെ ഈ ശുശ്രൂഷയിലൊക്കെ നിന്ന പുതിയ നിയമസഭയിൽ തന്നെ വന്നവരിൽ ചിലർ അവരുടെ ചില കാര്യങ്ങളൊക്കെ പ്രശംസിച്ച് പറഞ്ഞു, ഞങ്ങൾ വലിയ പുള്ളികളാണ്. വാസ്തവത്തിൽ സഭയിൽപ്പെട്ട നമുക്കൊന്നിനും പ്രശംസിക്കാനില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കൃപയാൽ വന്നവരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. മുഖത്ത് നോക്കി പറ, ഒന്നും പ്രശംസിക്കാനില്ല. ഓസിന് കിട്ടുന്നത് നോക്കി വന്നതാണ് നിങ്ങൾ ഞാനും. ഹല്ലേലൂയ. കൃപയാൽ കിട്ടുന്ന രക്ഷ, അതിനുവേണ്ടി മാത്രം വന്നവരിവിടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. കൃപയാണേ 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 നാഥ, കൃപയാണേ 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 നാഥ.
ഈ പാപികളിൽ ഞാനൊന്നാണ്. നീ കോരിയെടുത്തന്നെ മാറിൽ കൃപയാണ്, ഇത് കൃപയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാ പൗലോസ് ശ്ലീഹ പറയുന്നത്, എനിക്ക് പ്രശംസിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. വായിച്ചേ. എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. കണ്ടോ, യഹൂദന്മാർ ഏറ്റവും അധികം പ്രശംസിക്കുന്ന ഒരു കാര്യമാണേത്. അവരുടെ ആദ്യത്തെ പ്രശംസാ വിഷയം തന്നെ ഏതാണ്? വി ആർ സർക്കംസൈസ്ഡ്. അതും എട്ടാം നാളിൽ പരിച്ഛേദന ഏൽക്കുക എന്ന് പറഞ്ഞാൽ ദേവാലയത്തിലൊക്കെ കൊണ്ട് അത് ചെയ്ത ആളാണ് ഞാൻ. പിന്നെ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഇതൊന്നും എനിക്ക് വിലപ്പെട്ടതായി കാണുന്നില്ല. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം പറയാം കേട്ടോ, നിങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഈ ലോകപ്രകാരം ലഭിച്ച, നിങ്ങൾ വലിയൊരു കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ അത് ഈ സൗജന്യ രക്ഷ കിട്ടാൻ വേണ്ടി അതൊരു ഗുണവും നിങ്ങൾക്ക് ചെയ്തിട്ടില്ല. പക്ഷേ സൗജന്യ രക്ഷ തന്ന കർത്താവിന് നിങ്ങൾക്കുള്ള ആ കുടുംബശ്രേഷ്ഠത കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ അല്ല ഈ രക്ഷ കിട്ടിയത്. പാവങ്ങളുടെ കൂടെ പോയി നിന്നുകൊണ്ടാണ് രക്ഷ. അപ്പം നമ്മളുടെ ഈ ലോകപ്രകാരമുള്ള വലിപ്പങ്ങളെല്ലാം നമ്മൾ ആർക്ക് വേണ്ടി ഉപയോഗിക്കണം? യേശുവിന് വേണ്ടി ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ ഒരു ദർശനം കണ്ട് എനിക്കൊരു ഗാനം കിട്ടി. കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു. നമ്മുടെ കിരീടങ്ങൾ, ഈ പാട്ട് ഈ ട്യൂണോടുകൂടെ ഞാൻ കണ്ടതാണ്. ഞാൻ ഏതോ വലിയ ആളാണെന്ന് ഭാവിക്കുന്നതായിട്ടും, അത് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വരവിൽ സകല മനുഷ്യരും ഇങ്ങനെ രണ്ട് ലൈനായിട്ട് നിൽക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നയാൾ, അയാളൊരു മോശമാണെന്ന് കരുതിയ ആളായിരുന്നു എൻ്റെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ മോശമാണെന്ന് കരുതുന്ന പലരും സ്വർഗത്തിൽ ശ്രേഷ്ഠരാണ്. അതാരും മറക്കാതിരുന്നാൽ നല്ലതാണ്. കർത്താവിൻ്റെ പ്രിയരാണ് എല്ലാ ദൈവമക്കളും. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ താത്തി പിടിച്ചിട്ട്, കിരീടമൊന്നും കാണുന്നില്ല, അവരെല്ലാം ഈ പാട്ട് പാടുക. വെളിപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ, അവർ കിരീടങ്ങളെ ആരുടെ മുമ്പിലിട്ടു? അതുകൊണ്ട് നമ്മുടെ വലിപ്പങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിലിട്ട്, അപ്പോൾ തന്നെ ആ വലിപ്പങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്കിന്ന് രാവിലെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒന്നുകൂടെ പാടാം. കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു. ജാതികൾ ആരാന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പരിച്ഛേദന ഏൽക്കാത്ത ദൈവിക പ്രമാണങ്ങൾ, 10 കൽപ്പന മുതലായ പ്രമാണങ്ങൾ കിട്ടിയവർ ആ പ്രമാണം അനുസരിച്ച് കുറച്ചൊക്കെ ഒരു ചട്ടവട്ടത്തിലുള്ള ജീവിതമായി യഹൂദൻ നയിക്കും. അതൊന്നും കിട്ടാത്തത് കൊണ്ട്, സത്യദൈവത്തെ അറിയാത്തതുകൊണ്ട്, തങ്ങളുടെ മനോവികാരങ്ങൾക്കൊത്തവണ്ണം ജീവിച്ച കൂട്ടരാണ് ആര്? ജാതികൾ. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ വായിച്ചത്. എഫേസ്യർ 2:11 മുതൽ വായിച്ചു. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ. പരിച്ഛേദനക്കാർ യഹൂദന്മാർ, പുറമേ ഉള്ള മാറ്റം വന്നവർ, അകത്ത് മാറ്റമൊന്നുമില്ല. അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പൊ നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ദൈവം നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ടാണ്.
ഒരു സത്യദൈവത്തെ ആരാധിക്കാൻ. അവൻ നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ അകത്തേക്ക് ഒരു ഇടിമിന്നൽ പോലെ ഒരു വെളിപ്പാട് കിട്ടിയപ്പോഴാണ് നമ്മളെല്ലാം ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് നന്ദി പറയാനല്ലാതെ പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞു? നിനക്ക് പ്രശംസിക്കാനൊന്നും, നീ ഒരു ഭാഗ്യവാനാ. നീ ആരാണ്? ഭാഗ്യവാനെന്നും. ഭാഗ്യവാൻ എന്ന് പറഞ്ഞ അല്ലെ, സ്വയം പഠിച്ചെടുത്താണ് നീ മിടുക്കനാന്ന് പറഞ്ഞേന് അല്ലേ? ഒരു പരീക്ഷയ്ക്ക് നല്ലപോലെ പഠിച്ച് ഫുൾ മാർക്ക് കിട്ടുന്ന ആളെ നമ്മളെന്താ പറയും? മിടുക്കൻ. എന്നാൽ മൊത്തം കറക്ക് കുത്തി എഴുതിയിട്ട് 100 മാർക്ക് കിട്ടിയാലോ? ഭാഗ്യവാൻ. ആ ഗ്രൂപ്പിൽ പെടും ഇവിടെ ഇരിക്കുന്നവർ. ഒന്നും അറിയത്തില്ലായിരുന്നു, യേശു വന്ന് കറക്കി കുത്തി തന്നു, സ്തോത്രം. മിടുക്കന്മാരാരും ഇവിടെ ഇല്ല. കൃപയാൽ ഇത് വെളിപ്പെട്ടതാ. സ്തോത്രം. ഈ സമയത്ത് എവിടെയോ വട്ടം കറങ്ങി ഏതോ കെട്ടിടങ്ങളും ചുറ്റും മുട്ട നീന്തേണ്ടിയിരുന്ന നീ ഇവിടെ വന്ന് സത്യദൈവത്തെ ആരാധിക്കാൻ, ഒരു കർത്താവ് നിന്റെ ഹൃദയത്തിൽ വരുമെന്ന് വിശ്വസിപ്പാൻ ഇടയായത് നിന്റെ എൻ്റെയും കഴിവൊന്നുമല്ല, കൃപ മാത്രമാണ്. അതാണ് ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ഇത് മനുഷ്യരാരും നിനക്ക് പഠിപ്പിച്ചു തന്നല്ല, എൻ്റെ പിതാവ് വെളിപ്പാടിൻ്റെ ഇടിമിന്നൽ നിന്റെ അകത്തേക്ക് തന്നപ്പോഴാണ് ഇത് സത്യമാണെന്നുള്ള ബോധ്യം നിനക്ക് കിട്ടിയത്. ആ ബോധ്യം കിട്ടിയ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. വീണ്ടും പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം വീട് വെച്ചതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ മക്കൾ ഉന്നത സ്ഥാനത്ത് ചെന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ലോകത്തിലെമ്പാടും പേര് കേട്ടതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളിനി സഭ പണിയാൻ പോകുന്നതുമല്ല. അതെല്ലാം അനുഗ്രഹങ്ങളാണ്, നന്മകളാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ യേശുവിനെ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ഭാഗ്യം നമുക്ക് കിട്ടിയപ്പോൾ പലരും നമുക്കെതിരായി. ആ ഭാഗ്യം നമുക്ക് കിട്ടിയത് മനുഷ്യരല്ല, വാസ്തവത്തിൽ നമുക്കെതിരായത് പിശാചിനൊട്ടും പിടിച്ചില്ല. നിങ്ങൾക്ക് ഈ സത്യം കിട്ടിയതാണ് നിങ്ങളോടുള്ള പിശാചിൻ്റെ എതിര്. മുഖത്ത് നോക്കി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈ സത്യം കിട്ടിയത്, അതോടുകൂടി അവൻ്റെ കയ്യിൽ നിന്ന് എന്നേക്കുമായി നിങ്ങൾ നഷ്ടപ്പെട്ടെന്നവന് പിടികിട്ടി. ഇനി ഒരിക്കലും അവന് പിടിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിൽ സ്വർഗസ്ഥലങ്ങളിൽ നിന്നെ കൊണ്ടിരുത്തിയെന്നവന് പിടികിട്ടി. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒക്കെ അത്യന്തം മീതെ അവൻ്റെ കൈ എത്ര പൊക്കിയാലും അവൻ തോട്ടിയിട്ട് കെട്ടിയാലും നിന്നെ തൊടാനൊക്കത്തില്ലെന്ന് പിടികിട്ടുന്ന ഉയരങ്ങളിലേക്ക് അവൻ നിന്നെ മാറ്റി. ആത്മീയമായ രക്ഷയോർത്തുകൊണ്ട് കരമൊന്നടിച്ചു വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കുമോ ദൈവമക്കളെ? ഈ ഭാഗ്യത്തിനായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് സന്തോഷത്തോടെ. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം.